യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. രാജാവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മെ സ്നേഹിച്ച, നമ്മെ പരിപാലിക്കുന്ന കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലവും സ്തോത്രം ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതേ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രഭാതത്തെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല താണിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. അതേ ചില വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നവരായിരിക്കാം. ഇനി ഒരു വിടുതൽ ലഭിക്കാനൊട്ട സാധ്യതകളും സാഹചര്യങ്ങളൊന്നും തീരെ ഇല്ലാത്ത അനുഭവത്തിലായിരിക്കാം. മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, ഇനി വിഷയത്തിനകത്ത് നീ കാത്തിരിക്കേണ്ട എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനല്ല നിന്റെ സഹായത്തിനായിട്ട് വരുന്നത്. ദൂതനെ അല്ല കർത്താവ് നിനക്ക് വേണ്ടി അയക്കാൻ പോകുന്നത്. യേശു കർത്താവ് നിന്റെ സഹായത്തിനായിട്ട് ഇറങ്ങി വരും. യേശു കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. ഹല്ലേലൂയ. ഈ പൽക്കലം വിശ്വസിക്കുക, ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. ഹല്ലേലൂയ. മനുഷ്യർ പ്രവർത്തിക്കുന്ന സമയമല്ല, മറ്റാരെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമല്ല, ദൈവ പ്രവൃത്തിയുടെ സമയമത്രേ. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന, ഏറെ നാളായി കാത്തിരിക്കുന്ന, ഏറെ നാളായി ദൈവസന്നിധിയിൽ വേദനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ദൈവപ്രവൃത്തിയുടെ സമയമത്രേ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയത്തിര, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ടിടയത്തിര. മാനുഷികമായ നോട്ടങ്ങളെ മാറ്റിയിട്ട് മനുഷ്യർ എന്നെ സഹായിക്കുമെന്നുള്ള ചിന്തകൾ വിട്ടുകളഞ്ഞിട്ട് നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന, നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന, നിങ്ങളുടെ വിഷയത്തിനകത്ത് പരിഹാരം തരുവാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവം ഈ പകൽക്കാലം നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇടപെടും. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, നിന്റെ വിഷയത്തിനകത്ത് മാനുഷികമായി ഇടപെടലല്ല ഇനി നടക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാം. വർഷങ്ങളായി, നാളുകളായിട്ട് ഹല്ലേലൂയ നീ കരയുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നിങ്ങളുടെ മേൽ ചലിക്കുന്ന പകൽക്കാലം അത്ര. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാനെഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 38 വർഷമായിട്ട് രോഗാവസ്ഥ കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ മക്കളെ, ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. 38 വർഷമായിട്ട് ഈ മനുഷ്യൻ അവിടെ കിടക്കുന്ന കാലം മുതൽ അനേകം പേർ വന്നു കാണും, അനേകം പേർ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി കാണുമായിരിക്കും. പക്ഷേ ആരുടെ ഒരു സഹായമില്ലാതെ ഈ മനുഷ്യന്റെ വിടുതലിന് വേണ്ടി ആരുടെ ഒരു ഇടപെടൽ വെളിപ്പെടാതെ ഇരുന്നപ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തന്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി പിതാവ് തന്നുവെക്കൽ. ആ പുത്രന്റെ ഇടപെടൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട്, ആ മനുഷ്യന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടതിനു വേണ്ടി, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി എന്റെ കർത്താവ് അവിടെ നേരിട്ട് ഇറങ്ങി വരുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിഷയത്തിന് ഇനി ഒരു മനുഷ്യനല്ല ഇടപെടാൻ പോകുന്നത്. നിന്റെ വിഷയത്തിനകത്ത് ദൂതനല്ല ഇടപെടാൻ പോകുന്നത്. നിന്റെ വിഷയത്തിനകത്ത് എന്നേക്കുമായ ഒരു വിടുതലിനു വേണ്ടി, എന്നേക്കുമായ ഒരു സൗഖ്യത്തിനു വേണ്ടി യേശു കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ.
മാനസികമായിട്ട് നാം ഒത്തിരി നോക്കിക്കാണും, ചിലർ വിടുവിക്കുമെന്ന്, ചിലർ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നാളുകളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി കാണുമായിരിക്കാം. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ മാറുമ്പോഴും ദൈവപ്രവൃത്തിയുടെ സമയമെന്ന് വിശ്വസിക്കുക. ചിലർ മനുഷ്യർ നിന്നെ കണ്ടിട്ടും കാണാതെ പോയത്, ചിലർ മനുഷ്യർ നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോയത്, പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ പൂർണ്ണമായൊരു വിടുതൽ കർത്താവ് തരുന്നതിന് വേണ്ടിയാ. യേശു കർത്താവിൽ നിന്നുള്ളൊരു സൗഖ്യം നിന്റെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടി അത്രേ. ഇവിടെ വചനത്തിൽ കാണുന്നു, 5-ാം വാക്യത്തിൽ കാണുന്നു, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ പ്രശ്നം നൽകുവാൻ കഴിയുന്ന യേശു കർത്താവ് നിന്റെ വിഷയത്തിൽ ഇടപെടും. സ്തോത്രം. കർത്താവ് ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ആർക്കും എന്ത് ചെയ്യുന്നു, തടയുവാനായിട്ട് കഴിയില്ല. ഒരു മനുഷ്യൻ നമ്മെ സഹായിക്കാൻ കടന്നു വന്ന, ഒരു മനുഷ്യൻ നമുക്കൊരു വിടുതലിന് വേണ്ടി മുൻപിലോട്ട് കടന്നു വന്ന പല അഭിപ്രായങ്ങൾ അവിടെ ഉൾത്തിരിഞ്ഞു വരുവാനായിട്ട് ഇടയത്തിലും. ഇനിയിപ്പോ ഇത്രയും കാലമായില്ലേ, ഇനിയിപ്പോ നീ എന്തിനാ മനുഷ്യനെ സഹായിക്കുന്നത്, ഇനിയിപ്പോ എന്തിനാ മനുഷ്യനൊരു വിടുതലേ, ഇത്രയും പ്രായമായില്ലേ, ഇത്രയും നാളായില്ലേ എന്നൊക്കെ പല റീസണുകൾ പറഞ്ഞേ മുൻപിൽ കടന്നു വരുന്നവരെ പിന്തിരിപ്പിച്ച് കളയുവാൻ പലരും ശ്രമിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, ഒരു പിന്തിരിപ്പ് കൊണ്ട് പിന്നിലോട്ട് പോകാതെ വേണം നിന്നെ വിടുതലിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന നസ്രയന്റെ കരം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അറിയേണ്ടവൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിടുതലാണ്. സ്തോത്രം. പലപ്പോഴും യേശുവിന്റെ അടുക്കലേക്ക് നിന്റെ വിഷയം എത്താതിരിക്കും ശത്രു പലതും മുന്നിൽ കൊണ്ടുവരുമ്പോ, പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ വിഷയത്തെ കർത്താവ് അറിയണമേ എന്ന് പറഞ്ഞ് നീ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്ന ഒരു കാലഘട്ടം ഒത്തിരി പേർ സൗഖ്യം പ്രാപിച്ച് പോയി കാണുമായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ആരുടെ ഒരു സഹായം ലഭിക്കാതെ, ഒരു നിസ്സഹായതയുടെ അനുഭവത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇന്ന് നിന്റെ അവസ്ഥ യേശു കാണുന്ന പകൽക്കാലം അത്രേ. നിന്റെ സാഹചര്യത്തെ യേശു കാണും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. മനുഷ്യർ കണ്ടിട്ടും കാണാതെ പോകുമ്പോ, നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോകുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചിലരുടെ പ്രതീക്ഷകളും കാത്ത് കാത്ത് നീ കിടക്കുമ്പോ, നിന്റെ കണ്ണിനകത്ത് ഹല്ലേലൂയ അതേ സ്തോത്ര വേദനകൾ നിറയുമ്പോ, നിന്റെ മനസ്സോ ഇന്നും വിടുതൽ നടന്നില്ലല്ലോ എന്നുള്ള ചിന്തകൾ നിന്നെ അലട്ടുവാനായിട്ടിടയായി തീരുമ്പോ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ആ മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ നിന്നെ ഈ പകൽക്കാലം എന്റെ യേശു കാണും. പ്രിയ ദൈവത്തിലെ, ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. സ്തോത്ര. നിന്റെ വിടുതന്റെ പകൽക്കാലം അത്രേ, നിന്റെ സൗഖ്യത്തിന്റെ പകൽക്കാലം അത്രേ, നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ഉയർപ്പിന്റെ പകൽക്കാലം എന്ന് ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. ഈ പകൽക്കാലം നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. 38 വർഷമായിട്ട് കിടത്തിക്കളഞ്ഞ അനുഭവത്തെ കർത്താവ് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, 18 വർഷത്തിന്റെ പഴക്കം കാണുമായിരിക്കാം. അതേ സ്തോത്ര, 12 വർഷത്തിന്റെ പഴക്കം കാണുമായിരിക്കാം. 38 വർഷത്തിന്റെ പഴക്കം നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. ഏറെ ഒന്ന് നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഏറെ കാലമായി ഒരു വിടുതലിന് വേണ്ടി നീ പലരുടെ മുഖത്ത് നിന്നെ ഇങ്ങനെ സ്തോത്രം, അതേ സ്തോത്രം, ഓവർകം ചെയ്തു പോകുന്ന പലരുടെ മുമ്പാകെ ദയാദാക്ഷിണ്യത്തോടെ നീ നോക്കുന്നുണ്ടായിരിക്കാം. ഈ മനുഷ്യനായിരിക്കും എന്നെ സഹായിക്കുന്നത്, ഈ മനുഷ്യനായിരിക്കും
എന്നെ വിടുതലിലേക്ക് എത്തിക്കുന്നത്. പലരിലേക്കും നോക്കി നോക്കി നിന്റെ കണ്ണുകൾ മങ്ങിപ്പോകുമ്പോ ഈ പകൽക്കാലം നിന്റെ നോട്ടം കർത്താവിങ്കിലേക്കാകട്ടെ. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന കർത്താവ്, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന യേശു കർത്താവ് നിന്നെ തിരഞ്ഞു വരുന്ന പകൽക്കാലം അത്രേ, നിന്നെ തേടി വരുന്ന പകൽക്കാലം അത്രേ. നിന്നെ കണ്ടിട്ട് യേശു കർത്താവ് മൗനമായിട്ട് പോകത്തില്ല. പലരും നിന്നെ കണ്ടിട്ട് മൗനമായി പൊയ്ക്കാണ് മരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കണ്ടിട്ട് മൗനമായി പോകാത്തൊരു കർത്താവ് നിന്റെ അടുക്കിലേക്ക് വന്ന് സൗഖ്യം തരും. അവിടെ യേശു കർത്താവ് മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ലാത്തവർക്ക് ആശ്രയമായി വരുന്നൊരു കർത്താവ്, ആരുമില്ലാത്തവർക്ക് തുണയായി ഇറങ്ങി വരുന്നൊരു കർത്താവ്. പലപ്പോഴും ജീവിതത്തിന്റെ വേദനയുടെ അനുഭവത്തിൽ പറയുന്നില്ലേ, അപ്പാ എനിക്ക് ആരുമില്ല. പ്രിയതേ മക്കളെ, ആരുമില്ലെങ്കിലും എന്റെ യേശു കർത്താവ് നിന്റെ കൂടെയുണ്ടോ? കർത്താവ് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കാം. ആരും നിന്നെ സഹായിപ്പാനില്ല എങ്കിലും, ആരും നിന്നോട് കരുണ കാണിക്കുവാനില്ലാതിരിക്കുമ്പോഴും നിന്നോട് മഹാകരുണ കാണിക്കുന്നൊരപ്പൻ, അതേ അപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കുന്നൊരരുമ രക്ഷകൻ നമുക്കുണ്ട്. ആ കാൽവരി ക്രൂശ് നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട സ്നേഹത്തിന്റെ വില, ആ കാൽവരി ക്രൂശ് നിന്നോട് കരുണ കാണിച്ചതായ കർത്താവിന്റെ സ്നേഹം ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, നീ ആരുമില്ല എന്ന് പറഞ്ഞ് നെഞ്ചിലിച്ച് വിളിക്കുമ്പോ, നീ ആരുമില്ല എന്ന് പറഞ്ഞ് ഹൃദയമൊന്ന് നോവുമ്പോ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഓരോ ദിവസവും കലങ്ങി കഴിയുമ്പോ ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്തൊരു പിടയലുണ്ടാവും. ഇന്നും വിടുതൽ നടന്നില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ ആ മനുഷ്യന്റെ പ്രതീക്ഷകൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകാതെ ആ കർത്താവിന്റെ സന്നി കാത്തിരുന്നു. അവിടെ വചനത്തിൽ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, നാശകരമായ കുഴിയിൽ നിന്നും കുഴനെ ചേറ്റി നിന്ന് അവനെ കയറ്റി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിൽ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അല്പം എന്തിനാ വൈകിയത്? അല്പം എന്തിനാ നീ വേദനിക്കേണ്ടി വന്നത്? കർത്താവിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയാ. സ്തോത്രം. മനുഷ്യൻ നിന്നെ സഹായിച്ചു കഴിഞ്ഞാ മനുഷ്യൻ പറയും, ഞാൻ ആ മനുഷ്യനെ സഹായിച്ചതെന്ന്. അതേ സ്തോത്രം, പേരും പ്രശസ്തിയും എടുക്കും. പക്ഷേ വചനത്തിൽ പറയുന്നു, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കേല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും കൊടുക്കേല. മഹത്വമായവന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തി തന്ന് ദൈവത്തിന് നിന്നെ മാനിക്കാനായിട്ടുള്ളപ്പോ, പ്രിയ ദൈവ പൈതലേ, നീ അല്പസമയം കാത്തിരിക്കേണ്ടി വന്നെന്നിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ അല്പസമയം നീ വെയിറ്റ് ചെയ്തെന്നിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പ് മറ്റുള്ളവർക്ക് നടക്കുന്നത് പോലെ ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് വേഗത്തിൽ നടക്കണമെന്നില്ല. പക്ഷേ എന്റെ കർത്താവ് നിന്നെ തേടി വരും. എന്റെ യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും. എന്റെ യേശു കർത്താവ് നിന്നെ കാണാതെ പോകത്തില്ല. ഹല്ലേലൂയ. അതെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കണമോ? നാം ചില കാത്തിരിപ്പിൽ കൂടി കടന്നു പോകേണ്ടി വരും. സ്തോത്രം. അവിടെ മനുഷ്യൻ നിന്നെ ത്യജിച്ച് കളഞ്ഞെന്നിരിക്കാം, മനുഷ്യൻ നിന്നെ കാണാതെ പോയെന്നിരിക്കാം. പക്ഷെ അതോർത്ത് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. വിടുതൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, വിടുവിപ്പാൻ കഴിയുന്നവൻ നിന്റെ പിന്നാലെ അടുക്കൽ ഉണ്ട്. സ്തോത്രം. ആ മനുഷ്യനോട് യേശു കർത്താവ് പറഞ്ഞു, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വർഷങ്ങളുടെ പഴക്കമേറിയ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാം. നിന്റെ പ്രതീക്ഷകൾ കൈവിടണ്ട. അതേ, അപ്രത്യക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ കർത്താവിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. അതെ, പലരുടെ മുഖത്തേക്ക് നീ നോക്കിയില്ലേ ഒരു വിടുതലിന് വേണ്ടി? പലരും എന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിച്ച സമയങ്ങളില്ലേ? ആരിൽ നിന്നും വിടുതലില്ലാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ വിടുതൽ നിന്റെ മേൽ വെളിപ്പെടും. കർത്താവ് നിന്നെ സൗഖ്യമാക്കും. അതേ, ഉടനെ ആ മനുഷ്യൻ കിടക്കയെടുത്തു നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ ആ മനുഷ്യൻ കിടക്കയെടുത്തു നടന്നു. അതേ, 38 വർഷമായി കിടത്തിക്കളഞ്ഞ ആ മനുഷ്യനെ ഉടനെ ചലനങ്ങൾ സംഭവിച്ചു. അതേ സ്തോത്ര, കിടത്തിക്കളഞ്ഞ ചില വിഷയങ്ങൾ, നിന്നെ ഒതുക്കിക്കളഞ്ഞ ചില വിഷയങ്ങൾ, ക്ഷണത്തിലുള്ള ചില ദൈവിക വിടുതൽ, ക്ഷണത്തിലുള്ള ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്ന സമയമത്രേ. ഹല്ലേലൂയ.
അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെ അല്ല ആ മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടി അയച്ചത്. ദൂതൻ കുളക്കലങ്ങുമ്പോ ഹല്ലേലൂയ അവിടെ സൗഖ്യം പ്രാപിക്കുമെന്ന് കാണുന്നു. പക്ഷേ ദൂതനെയല്ല സ്തോത്ര കാത്തിരുന്നവന് വേണ്ടി അയച്ചത്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കാത്തിരിക്കുന്നവന് വേണ്ടി മനുഷ്യനെ അല്ല കർത്താവ് അയക്കുന്നത്. കാത്തിരിക്കുന്നതിന് വേണ്ടി ദൂതനെ അല്ല അയക്കുന്നത്. കാത്തിരിക്കുന്നവന് വേണ്ടി എന്റെ സ്വർഗത്തിലെ കർത്താവ് തന്നെ ഇറങ്ങി വരും. ഈ പകൽക്കാലം സ്തോത്ര, നീ കാത്തിരുന്നത് വൃതമായി തീർന്നില്ല എന്ന് ലോകത്തിന് മുമ്പാകെ തെളിയിക്കേണ്ടതിന് വേണ്ടി സ്തോത്ര എന്റെ യേശു കർത്താവ് തന്നെ ഇറങ്ങി വരും. പലരും കുളം കലങ്ങുന്നത് നോക്കിക്കിടക്കുമ്പോ അതേ സ്തോത്രം ഹല്ലേലൂയ സൗഖ്യമാക്കുന്നവൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലം അത്രേ സ്തോത്രം. പലതും നോക്കിക്കിടന്ന് കാണും ഒത്തിരി പ്രാവശ്യം. പലരുടെ യാത്ര വരുമെന്നും പലരും നിന്റെ അടുക്കൽ വരുമെന്നൊക്കെ നീ പ്രതീക്ഷിച്ച് കാണുമായിരിക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ, ചില വർഷങ്ങളുടെ പഴക്കമുള്ള ചില ചരിത്രത്തെ മാറ്റിക്കളയുവാൻ ശക്തനാകുന്നവൻ നിന്നെ തേടി വരും. സ്തോത്രം. ആ മനുഷ്യൻ ഉടനെ എഴുന്നേറ്റ് പോയി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രഭാതത്തെ അതിന്റെ 14 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, യേശു കർത്താവ് നമ്മെ സൗഖ്യമാക്കും. യേശു കർത്താവ് നമ്മെ വിടുവിക്കും. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സഹായനായിട്ട് കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. ശരിയാ. പക്ഷെ ഞാൻ പറയട്ടെ, ചില വിടുതലുകൾ നിലനിൽക്കണമോ? ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് പോകണമോ? ഇവിടെ വചനത്തിൽ പറയുന്നു, ആ മനുഷ്യനെ ദൈവാലയത്തിൽ വച്ച് യേശു കർത്താവ് കണ്ടു. എന്നിട്ട് പറഞ്ഞു, 2 പ്രാവശ്യം കണ്ട കാര്യം പറഞ്ഞു. ഒന്ന് നമ്മൾ കണ്ടു, ആ കുളക്കരയിൽ യേശു കർത്താവ് മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനൊരു സൗഖ്യമാണ് ആവശ്യം. ആ മനുഷ്യനെ സൗഖ്യമാക്കി കർത്താവ് വിട്ടു. അടുത്ത് കണ്ടു, ദൈവാലയത്തിൽ വച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വെച്ച് യേശു കർത്താവിനെ, നിന്റെ മേൽ സൗഖ്യം നടക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞത്. അവിടെ കാണുവാൻ സാധിക്കുന്നു, നോക്കുക, നീ കർത്താവിനെ നോക്കേണ്ട ഒരു ടൈമുണ്ട്. സ്തോത്രം. മനുഷ്യനെ നോക്കിയ ഇടത്ത് നിന്ന് കർത്താവ് നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ നിന്റെ നോട്ടം മാറിപ്പോകരുത്. അവിടെ പറയുന്നു, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ. 38 വർഷമായിട്ട് സൗഖ്യമില്ലാതെ കിടന്ന മനുഷ്യന്റെ മേൽ സൗഖ്യം വന്നല്ലോ. യേശു പറഞ്ഞു, നോക്കുക, നിനക്ക് സൗഖ്യം വന്നല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഇന്ന് പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിന്നെ വിടുവിക്കും, കർത്താവ് നിന്നെ രക്ഷിക്കും. പക്ഷേ അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. കർത്താവിന് വിടുതലിന് വേണ്ടി നാം എന്ത് തീരുമാനവും എടുക്കും, എന്തോ ഉപേക്ഷിക്കുവാനൊക്കെ തയ്യാറാക്കും. പക്ഷെ ഒരു വിടുതലിലേക്ക് എത്തിക്കഴിയുമ്പോ ശത്രു നിന്നോട് പറയും, നിന്റെ വിടുതൽ ലഭിച്ചല്ലോ, ഇനിയിപ്പം നീ ഇതിനകത്തുനിന്നൊക്കെ ഒന്ന് അല്പം മാറി നിൽക്ക്, നിന്റെ പ്രാർത്ഥന ലൈഫിൽ ഒന്ന് ചേഞ്ച് വരുത്തേ, നീ കർത്താവുമായിട്ട് കാത്തു പരിപാലിച്ച വിശുദ്ധിയിൽ നിന്നൊക്കെ ചിലത് മാറ്റം വരുത്തേ, ഒന്ന് ഓൾറെഡി നിനക്ക് സൗഖ്യമായല്ലോ. പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിന്നെ തൊട്ടാൽ, കർത്താവ് നിന്നെ വിടുവിച്ച, നിന്റെ പൂർണ്ണ അവകാശം കർത്താവിൻ്റെതാ. നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ വ്യവസ്ഥയില്ല. നീ എങ്ങനെ നടക്കണമെന്ന് ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ, നിനക്ക് വീണ്ടും രോഗം കടന്നു വരാതിരിക്കുവാൻ, വീണ്ടും നീ ചില ഭാരത്തിനകത്തൂടെ കടന്നു പോകാതിരിക്കണമെങ്കിൽ, ശത്രു നിന്റെ മേൽ അവകാശം പറയാതെ ഇരിക്കണമെങ്കിൽ ഇനി പാപം ചെയ്യരുത്. അതുകൊണ്ട് വചനത്തിൽ കാണുന്നത്, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മെ കുടുക്കിക്കളഞ്ഞ് വീണ്ടും രോഗ്യാവസ്ഥയിലാക്കി, സാമ്പത്തിക തകർച്ചയിലാക്കി, നിന്നെ ലോകത്തിന്റെ മുമ്പാകെ അപമാനപ്പെടുത്തുവാൻ ശത്രു ഊടാടി നടക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിന്
അതിനെ കീഴടക്കണം. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും പാപം ചെയ്ത് നീ അതിലേക്ക് രോഗിയാക്കി തീർക്കുവാൻ ശത്രു പദ്ധതിയുമായിട്ട് കടന്നു വരുമ്പോ നിന്നിൽ കൂടി ദൈവനാമത്തെ ദൂഷിക്കത്തക്ക രീതിയിൽ ശത്രു പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നീ പിശാചിന് ഇടം കൊടുക്കരുത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ കാരണം എന്താ? ഈ മനുഷ്യൻ സൗഖ്യമായി അവിടെ കാണുന്ന സബത്തായത് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? പലരിൽ നിന്ന് പല പ്രതികൂലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പുരുഷാരം ഇളകുവാനായിട്ട് ഇടയായി തീർന്നു. സബത്ത് നിനക്ക് നീ രോഗിയായി കിടക്കുമ്പോ, നീ പാപത്തിൽ കിടക്കുമ്പോ ആരും തന്നെ നിന്നെ ശ്രദ്ധിച്ചില്ലെന്നില്ലായിരിക്കാം. പക്ഷേ അതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കുമ്പോ, അതിനകത്തുനിന്ന് നീ വിടുതൽ പ്രാപിക്കുമ്പോ അനേകം പേരുടെ നോട്ടം നിന്റെ മേൽ വെളിപ്പെടും. സ്തോത്രം. അവിടെ നീ ദൈവനാമം ദുഷിക്കാതിരിക്കണമെങ്കിൽ, നിന്നെ കൂടി ദൈവത്തിന്റെ നാമത്തിൽ കളങ്കം വരാതിരിക്കണമെങ്കിൽ ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. ഇനി നിനക്ക് തോന്നിയ ഇഷ്ടത്തിന് നടക്കരുത്. ദൈവ വഴിവിട്ട് നടക്കരുത്. 38 വർഷമായിട്ടും കുളക്കരെ കിടന്ന മനുഷ്യനോട് ആര് കരുണ കാണിക്കാതിരുന്നപ്പോ കരുണ കാണിച്ച കർത്താവിന് പറയാൻ, സൗഖ്യം കൊടുത്ത കർത്താവിന് പറയാനായിട്ട് ഒന്നേ ഉള്ളൂ. സ്തോത്രം. അധികം തിന്മയായതൊന്ന് ഭവിക്കാതിരിക്കുവാൻ. അപ്പോ പ്രിയ ദൈവമക്കളെ, നാം ചിലപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്താ? നാം ഇടം വിട്ട് മാറിപ്പോയാ അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലൈവിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പറയുന്നത്, ചില സൗഖ്യങ്ങൾ നിലനിൽക്കണമോ, ചില വിടുതലുകൾ നടക്കണമോ, നീ ഇനി പാപം ചെയ്യരുത്. അതേ വചനത്തിൽ വ്യക്തമായി കാണുന്നു. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാക്കുന്നു. അതേ സ്തോത്രം. പിശാചിനെ ഇടാൻ കൊടുക്കരുത്. ചിലരൊക്കെ ടെംപ്റ്റേഷൻ പോലെ ജീവിതത്തിൽ കൊണ്ടുവരും. കാരണം നീ വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് നടക്കുന്നത് പിശാചിന് ഇഷ്ടമുള്ളതല്ല. അവന്റെ കൂട്ടത്തിൽ നിന്ന് ഒന്ന് പുറത്തു പോകുന്നത് പിശാചിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. വീണ്ടും നിന്നെ അതിലേക്ക് തള്ളിയിട്ട് നിന്നെ ലോകത്തിന്റെ മുമ്പാകെ എന്നും രോഗിയും നീ സ്തോത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നവളെന്നും പറയുക ശത്രു പദ്ധതികളുമായി കൊണ്ടുവരുമ്പോ നീ അവയെ തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കടന്നു വരുവാൻ സാധിക്കുന്നു. പാപം ചെയ്യുന്നവനല്ല അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. നമ്മുടെ ജീവിതത്തിലെ ചില അധർമ്മ പ്രവർത്തികളെ നാം വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ വചനത്തിൽ അവനെ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അവിടെ കാണുന്നു, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പ്രിയദൈവമക്കളെ, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ പകൽക്കാലം നീ മനസ്സിലാക്കണം. നീ കർത്താവിനെ കണ്ടു, കർത്താവ് നിനക്ക് സൗഖ്യമാക്കിയെങ്കിൽ പ്രിയദൈവമക്കളെ, ആ രക്ഷയുടെ അനുഭവത്തിൽ ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിൽക്കണമോ, ഇനി പാപം ചെയ്യരുത്. അവിടെ വചനത്തിൽ കാണുന്നു, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാൻ ആയിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീയാക്കുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാക്കുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികൾ അയക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രിയദൈവമക്കളെ, 38 വർഷമായിട്ട് പിശാചെ രോഗാവസ്ഥയിൽ കിടത്തിയ ആ മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞ ഒന്നേ ഉള്ളൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അതേ സ്തോത്രം. പിശാചിന്റെ ചില പ്രവർത്തികളെ അഴിച്ച്, നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ചില രോഗങ്ങളെ കർത്താവ് അഴിച്ച്, നിന്റെ പാപബന്ധനത്തെ അഴിച്ച്, നിന്നെ മുന്നോട്ട് വിടാതിരുന്ന ചില ബന്ധനങ്ങളെ അഴിച്ച്, പിശാച് നിന്റെ മേ വച്ചിരുന്ന നുഖങ്ങളെ അഴിച്ച് നിന്നെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പിശാചിനോട് എതിർത്ത് നിൽക്കണം. പാപം ചെയ്യരുത്. പാപത്തിനോട് കോംപ്രമൈസ് നിൽക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും പറയില്ലേ, ഞാൻ കർത്താവിന്ന് വിടുതൽ പ്രാപിച്ചതോ, പക്ഷേ വീണ്ടും എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം തിരിഞ്ഞു നോക്കുക. കർത്താവിന്റെ സന്നിധി വിടുതൽ പ്രാപിച്ചപ്പോ നീ കർത്താവുമായിട്ടുള്ള ഏത് ബന്ധമായിരുന്നു? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. സ്തോത്രം. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ സൗഖ്യം നടക്കുന്നതിനോടൊപ്പം നിന്റെ പാപത്തെ ക്ഷമിച്ച് പുതുമനുഷ്യനാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട്. ലോകം നിന്നെ കാക്കിച്ചു തുപ്പുമ്പോഴും, ലോകം നിന്നെ സഹായിക്കാതെ മാറിപ്പോക്കുമ്പോഴും ഇറങ്ങി വന്ന് നിന്നെ തേടി വന്ന ഒരു ആത്മരക്ഷകനില്ലേ?
ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഇന്ന് ജീവനോടെ മധ്യത്തിലായിരിക്കില്ല എന്ന് ലോകം പറഞ്ഞിടത്തും നിന്നെ തേടി വന്ന് നിന്നെ വിടുവിച്ച ഒരു അരുമരക്ഷകനില്ലേ? പ്രിയതേ മക്കളെ, ആ യേശുപ്പന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ആ യേശുപ്പന് നിന്നോട് പറയാനായിട്ടുള്ളതേ ഉള്ളൂ, മകനെ എന്റെ കൂടെ ആയിരിക്കേ, എന്റെ കൂട്ടത്തിൽ നീ ആയിരിക്കേ. സ്തോത്രം, ഹല്ലേലൂയ. നീ വഴി തെറ്റി ഇനി പോകരുത്. നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിനകത്ത് എന്നേക്കും ഒരു സമാധാനം തരുവാൻ കഴിയുന്ന, നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിച്ച കർത്താവിനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കിയാൽ മതി. 38 വർഷമായിട്ടാ ആ മനുഷ്യൻ ഒരു വിടുതലിന് വേണ്ടി അവിടെ കിടന്നത്. സ്തോത്രം. ആ മനുഷ്യനെ തേടി കർത്താവ് വന്നു വയ്ക്കൽ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ തേടി എന്റെ യേശു കർത്താവ് വരും. എന്റെ കർത്താവിന്റെ പ്രവൃത്തിയുടെ സമയമത്രേ. സ്തോത്രം. ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. ഒരു മനുഷ്യൻ അല്ല നിന്റെ വിഷയത്തിനകത്ത് ഇനി ഇടപെടാൻ പോകുന്നത്. ദൂതനല്ല നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോകുന്നത്. അതെ, യേശു കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും. പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാമോ? അങ്ങനെയൊക്കെ 38 വർഷമാകട്ടെ, 18 വർഷമായിക്കൊള്ളട്ടെ, മനുഷ്യർ പലരും ഇനി നിനക്കൊരു വിടുതൽ കിട്ടത്തില്ല, നിന്നെ ഇനി സഹായിപ്പാൻ ആരും വരികയില്ല എന്ന് പറയുമ്പോഴും ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ യേശു കർത്താവ് നിന്നെ തേടി വരും. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിടിപ്പാൻ, നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതിനെ, നിന്നെ അതിനകത്തുനിന്ന് പുറത്തേക്ക് പോകേണ്ടതിനായിട്ട് 38 വർഷമായി താൻ അനുഭവിച്ച ആ യാതനയുടെ അകത്ത് നിന്ന് എന്റെ കർത്താവ് ഉടനെ ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു. അവിടെ വചനത്തിൽ അതാ കണ്ടത്. ഹല്ലേലൂയ. ഏറെ നാളായിട്ട് താൻ അനുഭവിച്ച വേദനകൾ, മാനസികമായി അനുഭവിച്ച വേദനകൾ, ശാരീരികമായി താൻ അനുഭവിച്ച വേദനകൾ, മറ്റുള്ളൊരാൾ കടന്നു വന്ന നിന്ദകൾ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് എന്റെ യേശു കർത്താവ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കൊടുത്തെങ്കിൽ നിന്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന എന്റെ യേശു കർത്താവ് അരികിലുണ്ട്. സ്തോത്രം. പ്രിയതേ പൈതലേ, നിന്നെ വിടുവിച്ച കർത്താവിനെ നീ മറന്നു കളയരുത്. നിന്നെ രക്ഷിച്ച കർത്താവിനെ നീ മറന്നു കളയരുത്. എല്ലാ വിടുതലുകളും നടക്കുമ്പോ, എല്ലാ ഉയർച്ചകളും നടക്കുമ്പോ, അതേ സ്തോത്രം, ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോ നീ കർത്താവിന്റെ സ്വനെ നീ താണിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വനെ നീ വിടുതലിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അധികമായി വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വർഷങ്ങളുടെ പഴക്കമുള്ള ചില വിഷയത്തെ ഈ പകൽക്കാലം എന്റെ കർത്താവ് നിന്നെ തൊട്ട് വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു മാനുഷികമായി ഇടപെടലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ ഇടപെടൽ ഈ പകൽക്കാലം നടക്കും. ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. തന്റെ ശബ്ദം കേൾക്കുന്നവരുടെ ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി ഈ പൽക്കാലം വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരം ഈ പൽക്കാലം ചലിക്കുന്നതിനായി സ്തോത്രം. ഏറെ നാൾ വേദന അനുഭവിച്ച് കിടന്ന മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന മനുഷ്യനെ സൗഖ്യമാക്കിയതുപോലെ ഈ പകൽക്കാലം ഏറെ നാളായി വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവപ്രവൃത്തി പൽക്കാലം വെളിപ്പെടുത്തണമേ. ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് നിൽക്കുമ്പോ അത് നിലനിൽക്കേണ്ടതിനായി ഇനി പാപം ചെയ്യാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു ദൈവകൃപ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. പാപത്തിന്റെ വിത്തുകൾ കൊണ്ടിട്ട് വീണ്ടും രോഗിയാക്കി തീർക്കുവാൻ, ലോകത്തിന്റെ മുമ്പാകെ ഹല്ലേലൂയ വീണ്ടും പരസ്യകോലമാക്കി കളയുവാൻ, ശത്രുവാദിക്കുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു മുന്നേറുവാൻ തന്റെ ജനത്തിന് ദൈവം കൃപ കൊടുക്കണമേ. ഈ പൽക്കാലം തന്റെ ജനത്തിന്റെ രോഗങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. ഏറെ നാളായി കർത്താവേ അവർ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളിൽ നിന്ന്, ഏറെ നാളായി സ്തോത്രം ഹല്ലേലൂയ അവർ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ അങ്ങോട്ട് ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.